2020 ജൂലൈ കേരള രാഷ്ട്രീയത്തെ മാത്രമല്ല രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു വാർത്ത പുറത്തു വന്നു. തിരുവനന്തപുരം വിമാനത്താവളം വഴി വന്ന ഡിപ്ലോമാറ്റിക് ബാഗേജിൽ നിന്ന് പിടികൂടിയത് ഏകദേശം 30 കിലോ സ്വർണം. ഒരു സാധാരണ കടത്ത് കേസെന്ന് കരുതിയ സംഭവം പിന്നെ കേരള രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നായി മാറി. അത് തന്നെയാണ് സ്വർണ്ണക്കടത്ത് കേസ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വഴി UAE കോൺസുലേറ്റിന്റെ പേരിൽ വന്ന ബാഗേജാണ് പിടിക്കപ്പെട്ടത്. ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന പേര് കണ്ടപ്പോൾ രാജ്യം തന്നെ ആകെ ഞെട്ടി. കാരണം സാധാരണ പരിശോധനകൾ ഒഴിവാക്കപ്പെടുന്ന സംവിധാനമാണ് ഡിപ്ലോമാറ്റിക് ചാനൽ. അത് ദുരുപയോഗം ചെയ്തു എന്ന ചോദ്യമാണ് ആദ്യം ഉയർന്നത്. കേസിൽ പ്രധാനമായും ഉയർന്നു വന്ന പേര് സ്വപ്ന സുരേഷ്. കോൺസുലേറ്റുമായി ബന്ധമുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന സ്വപ്ന സുരേഷ് പിന്നീട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ചയായ വ്യക്തികളിൽ ഒരാളായി മാറി. അവർക്കൊപ്പം സന്ദീപ് നായർ, സരിത് തുടങ്ങിയ പേരുകളും അന്വേഷണത്തിൽ പുറത്തു വന്നു. പക്ഷേ ഈ കേസ് സ്വർണത്തിൽ മാത്രം ഒതുങ്ങിയില്ല. പിന്നീടുള്ള ചോദ്യങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുള്ള ചില ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഉയർന്നു വന്നു. പ്രതിപക്ഷം ശക്തമായ ആരോപണവുമായി രംഗത്ത് വന്നു. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി ബന്ധം എന്ന് വരെ വിമർശനം ഉയർന്നു. അതേസമയം ഭരണപക്ഷം പറഞ്ഞത് മറ്റൊന്നായിരുന്നു. ഇത് രാഷ്ട്രീയ വേട്ടയാണ്, സർക്കാരിനെ തകർക്കാനുള്ള ശ്രമമെന്ന്. പിന്നീട് അന്വേഷണത്തിനായി എത്തിയ കേന്ദ്ര ഏജൻസികൾ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, കസ്റ്റംസ്, രാജ്യത്തെ പ്രധാന അന്വേഷണ ഏജൻസികൾ എല്ലാം കേരളത്തിലേക്ക് തിരിഞ്ഞു. പിന്നീട് സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകൾ വീണ്ടും രാഷ്ട്രീയ ചുഴലിക്കാറ്റായി. മാധ്യമങ്ങൾ ദിവസങ്ങളോളം ഈ വാർത്ത മാത്രം ചർച്ച ചെയ്തു. പ്രതിഷേധങ്ങൾ നടന്നു, സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചുകൾ നടന്നു, നിയമസഭയിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ഒരു ഭാഗത്ത് ഭരണപക്ഷം ഒരു തെളിവും സർക്കാരിനെതിരെ ഇല്ല എന്ന് ആവർത്തിച്ചു. മറ്റൊരു ഭാഗത്ത് പ്രതിപക്ഷം സത്യം പുറത്തു വരണമെന്ന് ആവശ്യപ്പെട്ടു. ഈ കേസ് കേരളത്തിന് നൽകിയ തിരിച്ചറിവ് എന്താണ്? സ്വർണ്ണക്കടത്ത് ഇനി സിനിമാ കഥയല്ല. അത് അന്താരാഷ്ട്ര ബന്ധങ്ങളും രാഷ്ട്രീയവും സാമ്പത്തിക കുറ്റകൃത്യങ്ങളും ചേർന്ന് വലിയ നെറ്റ്വർക്കാണെന്ന് കേരളം മനസ്സിലാക്കി. ഡിപ്ലോമാറ്റിക് ചാനൽ പോലും ദുരുപയോഗം ചെയ്യപ്പെടാമെന്ന ഭയം ജനങ്ങളിൽ ഉണ്ടായി. വിമാനത്താവള പരിശോധനകൾ കൂടുതൽ കർശനമായി. എന്നാൽ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഒരു ചോദ്യം തുടരുന്നു. ഈ കേസിന്റെ യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് ആരാണ്? ഇത് വെറും കടത്തു സംഘമോ, അല്ലെങ്കിൽ ഇതിനു പിന്നിൽ വലിയ സ്വാധീന ശക്തികൾ ഉണ്ടായിരുന്നോ? അന്വേഷണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. കേരളത്തെ ഏറെ ചർച്ചയിലാക്കിയ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് എന്ന പേര് പ്രധാനമായി ഉയർന്നത് അവർ കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളായി അന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാട്ടിയത് കൊണ്ടാണ്. 2020 തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് വന്ന UAE കോൺസുലേറ്റിന്റെ ഡിപ്ലോമാറ്റിക് ബാഗേജിൽ നിന്നാണ് ഏകദേശം 30 കിലോ പിടികൂടിയത്. ഈ കേസിൽ സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ, സരിത് PS എന്നിവർ ബന്ധമുണ്ടെന്ന് പിന്നീട് അന്വേഷണത്തിൽ പുറത്തു വന്നു. സ്വപ്നയുടെ സാന്നിധ്യം പ്രധാനമായത് ചില കാരണങ്ങൾ കൊണ്ടാണ്. അവർ മുൻപ് UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട ജോലി ചെയ്തിരുന്നു. പിന്നീട് കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിലും ജോലി ചെയ്തിരുന്നു. കോൺസുലേറ്റിലെ ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് ഡിപ്ലോമാറ്റിക് ചാനൽ ദുരുപയോഗം ചെയ്തതെന്ന് അന്വേഷണ ഏജൻസികൾ ആരോപിച്ചു. കേസിന് ശേഷം പുറത്തു വന്ന ഓഡിയോ വെളിപ്പെടുത്തലുകൾ, രാഷ്ട്രീയ ആരോപണങ്ങൾ എന്നിവ കേസിനെ കൂടുതൽ വിവാദമാക്കി. ഈ കേസിൽ പിന്നീട് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ വലിയ അന്വേഷണം നടത്തി. രാഷ്ട്രീയ തലത്തിലും വലിയ വിവാദമുണ്ടായി. പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാരിനെ പ്രതിപക്ഷം ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. എന്നാൽ സർക്കാർ എല്ലാ ആരോപണങ്ങളും നിഷേധിച്ചു. ഇന്ന് വരെ ഈ കേസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയങ്ങളിലൊന്നായി തുടരുകയാണ്.